ജമ്മു കാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ആർമി ക്യാപ്റ്റന് വീരമൃത്യു. കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഇന്ന് രാവിലെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ക്യാപ്റ്റൻ ദീപക് സിംഗ് ആണ് വീരമൃത്യു വരിച്ചത്. ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം സ്ഥലത്ത് പരിശോധന നടത്തുകയായിരുന്നു. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് വീരമൃത്യു വരിച്ചത്. 4 അംഗ ഭീകരസംഘമാണ് സൈന്യത്തിന് നേരെ വെടിയുതിർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിർമ്മിത M4 റൈഫിൽ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും സൈന്യം കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് രാത്രിയിലും ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ഏറ്റുമുട്ടലിനിടയിലാണ് ക്യാപ്റ്റൻ ദീപക് സിംഗ് വീരമൃത്യു വരിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഒരു ദിവസം മുമ്പാണ് ജമ്മു മേഖലയിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്. ഫെയർടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ. ഹൈ ക്വാളിറ്റി GA ഷീറ്റിൽ നിർമ്മിക്കുന്നവ. തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു. ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു. ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല. ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. ഇനി ഫെയർടെക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ. സമയവും സമ്പത്തും ലാഭിക്കൂ. ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്.